കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. തെരഞ്ഞെടുപ്പ് ആവേശം കൂടിയതോടെ നാടും നഗരവും ശബ്ദമുഖരിതമായി. മത്സരിച്ചുള്ള അനൗൺസ്മെന്റുകൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. തെരഞ്ഞെടുപ്പ് ആവേശം കൂടിയതോടെ നാടും നഗരവും ശബ്ദമുഖരിതമായി. മത്സരിച്ചുള്ള അനൗൺസ്മെന്റുകൾ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. ജീപ്പുകളിൽ കൂറ്റൻ സൗണ്ട് സിസ്റ്റങ്ങളും ആംപ്ലിഫയറുകളും ഘടിപ്പിച്ച് നഗരത്തിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളാണ് ശല്യമാകുന്നത്. പഴയതുപോലെ മൈക്കിലൂടെ നേരിട്ട് വിളിച്ചു പറയുന്ന രീതി മാറി എല്ലാം ഇപ്പോൾ ഹൈടെക്കായി. പ്രൊഫഷണൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ അനൗൺസ്മെന്റുകളും ഹിറ്റ് പാട്ടുകളുടെ ഇനത്തിൽ പാരഡി ഗാനങ്ങളും തയ്യാറാക്കി ഇവ പെൻഡ്രൈവിലാക്കി ആംപ്ലിഫയറുകളുടെ സഹായത്തോടെ അത്യുച്ചത്തിൽ കേൾപ്പിച്ചാണ് വാഹനങ്ങൾ പായുന്നത്. സ്ഥാനാർത്ഥികളെ പ്രകീർത്തിച്ചും വികസന കാഴ്ചപ്പാടുകൾ വിളമ്പിയും എത്തുന്ന ഈ വാഹനങ്ങൾ പലപ്പോഴും പ്രദേശവാസികൾക്ക് വലിയൊരു ശല്യമായി മാറുന്നു. ഈ ശബ്ദമലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീടുകൾക്കുള്ളിൽ കഴിയുന്നവരെയാണ്. ഉച്ചഭാഷിണികളുടെ ശബ്ദം കേട്ട് ഞെട്ടിയുണരുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പല വീടുകളിലെയും നിസ്സഹായ കാഴ്ചയാണ്. കൂടാതെ രോഗികൾ, വയോജനങ്ങൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവരും ഈ ബഹളത്തിൽ വലയുന്നു. ശബ്ദം കൂട്ടി ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം തിരിച്ചടിയാകുന്നുവെന്നും സൂചനയുണ്ട്. മത്സരിച്ചുള്ള ഈ ശബ്ദപ്രളയം കാരണം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന ആശയക്കുഴപ്പത്തിലാണ് പലരും. മാത്രമല്ല ഈ ബഹളം സഹിക്കവയ്യാതെ പ്രതിഷേധ സൂചകമായി ശല്യപ്പെടുത്തുന്നവർക്ക് വോട്ടില്ല എന്ന നിലപാടിലേക്ക് ചിലർ എത്തുന്നുമുണ്ട്. വികസനമാണ് ചർച്ചയാകേണ്ടത്, മറിച്ച് ശബ്ദത്തിന്റെ അളവ് അല്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.